ഒരു മാസം മുമ്പ് വളരെ ഭയപ്പാടോടുകൂടി സങ്കടത്തോടുകൂടിയുള്ള ഒരു സ്ത്രീ ഒ പിയിലെത്തി. ഡോക്ടറിൻ്റെ കഴുത്തിൽ കഴിഞ്ഞ ഒരു മാസമായിട്ട് 2 മുഴകൾ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. എൻ്റെ അച്ഛനും അമ്മയും ഒക്കെ ക്യാൻസർ വന്ന് മരിച്ചു പോയതാണ്. എനിക്കും ക്യാൻസർ തന്നെയാണെന്നാ തോന്നുന്നത്. കഴുത്തിൽ കഴലകൾ അല്ലെങ്കിൽ മുഴകളൊക്കെ പ്രത്യക്ഷപ്പെടുമ്പോൾ പലർക്കും ആവലാതിയാണ്. ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ എന്തൊക്കെയാവാം ഇതിൻ്റെ കാരണങ്ങൾ? ഏതൊക്കെ അവസരങ്ങളിൽ എപ്പോഴാണ് ഡോക്ടറെ കാണേണ്ടത്? ഏതൊക്കെ മുഴകളാണ് നമ്മൾ വേഗം ചികിത്സ എടുക്കേണ്ടത്? ഈ വിഷയത്തെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. ഞാൻ ഡോക്ടർ പെബീത, കോഴിക്കോട് ഡിസ്ട്രിക്ട് കോപ്പറേറ്റീവ് ഹോസ്പിറ്റലിലെ ENT സർജനാണ്. കഴുത്തിൽ കഴലകൾ പ്രത്യക്ഷപ്പെടുമ്പോൾ നമ്മൾ കഥയിൽ പറഞ്ഞ രോഗിയെ പോലെ പലരും ഒ പിയിലേക്ക് വേഗം ഓടിയെത്താറുണ്ട്. സാധാരണ ചെറിയ കുഞ്ഞുങ്ങളെയൊക്കെ കുളിപ്പിക്കുമ്പോൾ കഴുത്തിൻ്റെ പിന്നിലായിട്ട് ചെറിയ തടിപ്പുകളൊക്കെ ശ്രദ്ധയിൽപ്പെട്ടിട്ടാണ് പലരും ഒ പിയിലെത്താറ്. നമ്മുടെ ശരീരത്തിൽ 800ഓളം കഴലകൾ പല ഭാഗത്തായിട്ടുണ്ട്. എന്നാൽ ഇതിൽ 400 എണ്ണവും കഴുത്തിൽ തന്നെയാണ്. അപ്പോൾ ഇത്തരം കഴലകൾ നമ്മുടെ രോഗപ്രതിരോധ ശേഷിയുടെ ഭാഗമായിട്ട് ശരീരത്തിലുള്ള ലിംഫാറ്റിക് സിസ്റ്റത്തിൻ്റെ പാർട്ടാണ്. എപ്പോഴാണ് ഈ കഴലകൾ വലുതാവുന്നത്? എപ്പോഴൊക്കെ നമ്മൾ ഇതിന് ചികിത്സ എടുക്കണം? നമ്മുടെ കഥയിൽ പറഞ്ഞ സ്ത്രീക്ക് എന്തായിരുന്നു അസുഖമെന്ന് ഈ വീഡിയോ മുഴുവനായിട്ട് കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ആ അസുഖത്തിൻ്റെ പേരൊന്ന് കമൻറ്റ് സെക്ഷനിൽ രേഖപ്പെടുത്തുക. വീഡിയോയുടെ അവസാനം ഇവർക്ക് എന്തായിരുന്നു എന്നും ഞാൻ പറയാം. കഴുത്തിൽ ചെറിയ കഴലകൾ ശ്രദ്ധയിൽപ്പെട്ടാൽ എന്തൊക്കെയായിരിക്കണം ഇതിനുള്ള കാരണങ്ങൾ? കഴുത്തിൽ നമ്മൾ കഴലകൾ കാണുമ്പോൾ നമ്മൾ ആദ്യം ചെക്ക് ചെയ്യേണ്ടത് അവിടെ മാത്രമേ ഉള്ളോ അതോ ശരീരത്തിൻ്റെ മറ്റു ഭാഗങ്ങളിലുമുണ്ടോ? ശരീരത്തിൻ്റെ മറ്റു ഭാഗങ്ങൾ എന്ന് പറഞ്ഞാൽ കക്ഷത്തിൽ കഴലകൾ വരാം, അതുപോലെ തുടയിടുക്കുകളിൽ കഴലകൾ വരാം. അത് മാത്രമല്ല, ഇതിനോടൊപ്പം വയറ് പരിശോധിച്ചാൽ ചിലപ്പോൾ ലിവറും സ്പ്ലീനും ഒക്കെ വലുതായിട്ടും ഉണ്ടാവാം. അപ്പോൾ മറ്റു ഭാഗങ്ങളെ കൂടി ഉൾപ്പെടുത്തി വരുന്ന ജനറലൈസ്ഡ് ലിംഫ് നോഡ് എൻലാർജ്മെന്റ് എന്നാണ് ഇതിൻ്റെ പേര്. മറ്റു ഭാഗങ്ങളിലുമുള്ള ഈ ജനറലൈസ്ഡ് ലിംഫഡിനോപ്പതി ഈ വീഡിയോയുടെ ടോപ്പിക്കിന് പുറത്താണ്. ഇത്തരം പ്രശ്നങ്ങൾ കണ്ടു കഴിഞ്ഞാൽ, എന്നാൽ അതിൻ്റെ കൂടെ രോഗിക്ക് എപ്പോഴും രാത്രി പനിയുണ്ട്, വെയിറ്റ് കുറയുന്നു, രാത്രി വിറയലോടുകൂടിയുള്ള പനി, ഇത്തരം ലക്ഷണങ്ങളൊക്കെ മറ്റ് രോഗങ്ങളുടെ ഭാഗമായിട്ട് വന്നേക്കാം. ക്ഷയരോഗം, ലിംഫോമ, ലുക്കീമിയ തുടങ്ങിയ രോഗങ്ങളാണ് നമ്മൾ അപ്പോൾ മനസ്സിൽ കാണേണ്ടത്. ഇതിന് വളരെ വിശദമായിട്ടുള്ള ടെസ്റ്റുകളും വേണ്ടി വന്നേക്കാം. എന്നാൽ കഴുത്തിൽ മാത്രം കഴലകൾ കണ്ടു കഴിഞ്ഞാൽ ഇത് അണുബാധകളുടെ ഭാഗമായിട്ടായിരിക്കാം. പലപ്പോഴും ചെറിയ കുട്ടികളുടെയൊക്കെ തലയിൽ ഒരുപാട് പെയിൻ ഉണ്ടെങ്കിൽ കഴലകൾ വീക്കം വന്ന് അത് ഇൻഫെക്റ്റഡ് ആവാം. പിന്നെ പല്ലിൻ്റെ കേടുകൾ സാധാരണഗതിയിൽ കഴലകൾ ഉണ്ടാക്കാറുണ്ട്. അത് താടിയെല്ലിൻ്റെ താഴ്ഭാഗത്തായിരിക്കും കൂടുതലും കഴലകൾ കാണാറ്. അതുപോലെ തന്നെ ടോൺസിലിൽ അണുബാധയുണ്ടായാൽ ഇവിടെ 2 വശത്തുമായിട്ട് ജുഗുലോ ഡൈഗാസ്ട്രിക് നോഡ് എന്ന കഴല വീക്കം വന്നേക്കാം. ഇതുപോലെ തന്നെ നാവിൽ ഉണങ്ങാത്ത മുറിവുകൾ ഉണ്ടെങ്കിൽ അത് കഴല വീക്കം ഉണ്ടാക്കാം. അതുപോലെ വായിലെയും തൊണ്ടയിലെയും ഒക്കെ ക്യാൻസറുകളും കഴുത്തിൽ കഴലകളായിട്ട് പ്രത്യക്ഷപ്പെടാം. പ്രത്യേകിച്ചും പുകവലി ശീലമൊക്കെ ഉള്ളവരാണെങ്കിൽ ക്യാൻസറുകൾ കഴലവീക്കം ഉണ്ടാക്കിയേക്കാം. അപ്പോൾ ഇങ്ങനെ ഒരു കഴലവീക്കം നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടാൽ ഈ കഴലയിൽ നമ്മൾ എന്തൊക്കെയാണ് നോക്കേണ്ടത്? ഒന്നാമത്തേത് അതിൻ്റെ വലിപ്പം, സൈസ്. 1 സെന്റിമീറ്ററിൻ്റെ താഴെയുള്ള കഴലകൾ നമുക്ക് അത്ര ഭയപ്പെടേണ്ടതില്ല. കഴുത്തിലൊക്കെ പ്രത്യേകിച്ചും ഒരു 1.5 സെന്റിമീറ്ററിൻ്റെ മേൽ വലിപ്പം വെക്കുമ്പോഴാണ് നമ്മളിത് ശ്രദ്ധിക്കേണ്ടത്. ഒരു കടലമണിയോളം വലിപ്പമുള്ള ഒരു കുഞ്ഞു കഴല പെട്ടെന്ന് വലുതായി ഒരു നാരങ്ങയുടെ വലിപ്പം എത്തുന്നു. ഇത് ഒരു അപകട സൂചനയാണ്. അപ്പോൾ ആദ്യത്തേത് സൈസ്. രണ്ടാമത്തേത് മൊബിലിറ്റി. അത് നമുക്ക് വളരെ സ്മൂത്ത് ആയിട്ട് തൊലിപ്പുറത്തിൻ്റെ അടിയിൽ ഇളക്കി നോക്കാൻ സാധിക്കുന്നുണ്ടോ, അതോ അതവിടെ ചുറ്റുമുള്ള ഭാഗത്ത് ഫിക്സഡ് ആയിട്ടിരിക്കുകയാണോ? ഫിക്സഡ് ആയിട്ടിരിക്കുന്നതിൻ്റെ അർത്ഥം ഇത് ചുറ്റുമുള്ള ഭാഗത്തേക്കും കൂടെ ഈ ഒരു കഴല ഇൻഫിൽട്രേറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. ഇതും ഒരു അപകട ലക്ഷണമാണ്. മൂന്നാമത്തെ കാര്യം അതിൻ്റെ കൺസിസ്റ്റൻസി എന്ന് പറഞ്ഞാൽ നമ്മൾ തൊട്ട് നോക്കുമ്പോഴുള്ള ഫീൽ എങ്ങനെയാണ്? വളരെ സോഫ്റ്റ് ആയിട്ടുള്ളതാണെങ്കിൽ അത് അത്ര പേടിക്കേണ്ടതില്ല. എന്നാൽ തൊട്ട് നോക്കുമ്പോൾ വളരെ കട്ടിയായിട്ട് ഹാർഡായിട്ടുള്ള ഫീലാണ്. അത് ചുറ്റുമൊക്കെ ഒട്ടിപ്പിടിച്ചിരിക്കുന്നു. അതിൻ്റെ കൂടെ മറ്റ് കഴലകളൊക്കെ ഒത്തുകൂടി ചേർന്ന പോലെ നമുക്ക് തൊടുമ്പോൾ തോന്നുന്നുണ്ട്. ഇതും ശ്രദ്ധിക്കേണ്ട ഒന്നാണ്. പിന്നെയുള്ളത്, ഇതിൽ തൊട്ട് നോക്കുമ്പോൾ വേദനയുണ്ടോ? ടെൻഡർനെസ് എന്നാണ് ഇതിൻ്റെ പേര്. അപ്പോൾ ഇത് തൊട്ട് നോക്കുമ്പോൾ വളരെ വേദന അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ ഇതൊരു അണുബാധയുടെ ഭാഗമായിട്ട് പെട്ടെന്നുണ്ടായതായേക്കാം. പിന്നെയുള്ളത് ഈ കഴലയുടെ ലൊക്കേഷനാണ്. ഇത് ഏത് ഭാഗത്താണ് സ്ഥിതി ചെയ്യുന്നതെന്നുള്ളത് പ്രധാനമാണ്. കഴുത്തിലെ കഴലകളെ സംബന്ധിച്ചിടത്തോളം പല്ലിനൊക്കെ കേടുവന്നാൽ ഞാൻ നേരത്തെ പറഞ്ഞ സ്ഥലത്ത് കഴലകൾ വരാം. അതുപോലെ ടോൺസിൽ ഇൻഫെക്ഷനിൽ
താടിയെല്ലിന്റെ തൊട്ട് താഴെയായിട്ട് കഴലകൾ കണ്ടേക്കാം. പിന്നെ ഇത്തരം ഒരു ലൊക്കേഷൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കഴുത്തിന്റെ താഴെയായിട്ട് ക്ലാവിക്കിൾ എന്ന 2 എല്ല് നമുക്ക് 2 വശത്തുമുണ്ട്. ഈ ക്ലാവിക്കിളിന്റെ മേൽഭാഗത്ത് സൂപ്രാ ക്ലാവിക്കുലർ ലിംഫ് നോഡ് കണ്ടു കഴിഞ്ഞാൽ അത് വയറിലെയോ അതല്ലെങ്കിൽ ചെസ്റ്റിലെയോ ക്യാൻസറിന്റെ ഭാഗമായിട്ട് വന്നേക്കാം. അപ്പോൾ ഇതൊക്കെയാണ് ഒരു കഴല കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഒന്ന്, അതിന്റെ സൈസ്, പിന്നെ അതിന്റെ മൊബിലിറ്റി, പിന്നെ അത് തൊട്ട് നോക്കുമ്പോഴുള്ള കൺസിസ്റ്റൻസി, പിന്നെയുള്ളത് അതിൽ തൊടുമ്പോൾ ടെൻഡർനെസ് അഥവാ വേദനയുണ്ടോ, പിന്നെയുള്ളത് 5-മത്തേത് അതിന്റെ ലൊക്കേഷൻ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ഈ കഴല നമുക്ക് പെട്ടെന്ന് ഡോക്ടറെ കാണേണ്ടതാണോ എന്ന് എങ്ങനെ മനസ്സിലാക്കാം? ഒരു കഴല വളരെ ചെറുതായിരുന്നു, എന്നാൽ അത് പെട്ടെന്ന് വലിപ്പം വെച്ചു. അധികം വൈകാതെ തന്നെ ഡോക്ടറെ കാണുക. ഒരു 2 ആഴ്ചയിലധികം ഈ കഴല നീണ്ടു നിൽക്കുന്നുവെങ്കിൽ അതും ഡോക്ടറെ കാണാനുള്ള ലക്ഷണമാണ്. പിന്നെയുള്ളത് ഇതിന്റെ തൊലിപ്പുറത്ത് മാറ്റങ്ങൾ സംഭവിക്കുന്നു, കളർ വ്യത്യാസമുണ്ട്. അതിന്റെ ബോർഡർ നേരത്തെ വളരെ സ്മൂത്ത് ആയിരുന്നു, എന്നാൽ പെട്ടെന്ന് അതിന്റെ ചുറ്റും ഒരു ഇറഗുലർ ആയിട്ടുള്ള ഫീല് നമുക്ക് വരുന്നുണ്ട്. അതിന്റെ പുറത്ത് മുറിവുകൾ പ്രത്യക്ഷപ്പെടുന്നു. ഈ കഴലയുടെ കൂടെ തന്നെ കൂടുതൽ കഴലകൾ അവിടെ അവിടെയായിട്ട് പ്രത്യക്ഷപ്പെടുന്നത് കാണുന്നുണ്ട്. ശരീരത്തിന്റെ മറ്റു ഭാഗത്തും ഇതുപോലെ തടിപ്പുകൾ ശ്രദ്ധിച്ചു തുടങ്ങുന്നുണ്ടെങ്കിൽ ഇതും ഒരു റെഡ് ഫ്ലാഗ് ആണ്. ഇതിനോടൊപ്പം തന്നെ രോഗിക്ക് വെയിറ്റ് കുറയുന്നു. എന്നാൽ രോഗിയുടെ വീട്ടിൽ മറ്റാർക്കെങ്കിലും ക്യാൻസറിന്റെ ഒക്കെ ഒരു ഹിസ്റ്ററി ഉണ്ട്, പുകവലിയുണ്ട്, മറ്റ് രോഗങ്ങൾ അതായത് രോഗപ്രതിരോധ ശേഷി കുറഞ്ഞിരിക്കുന്ന മറ്റവസ്ഥകൾ കൂടി ഇതിന്റെ കൂടെ ഉണ്ടെങ്കിൽ അതും ഒരു അപകട സൂചനയായിട്ട് തന്നെ കണക്കാക്കണം. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ കണ്ടു കഴിഞ്ഞാൽ അധികം വൈകിക്കാതെ ഒരു ഡോക്ടറെ കാണിക്കുക. നമ്മൾ നേരത്തെ പറഞ്ഞ രോഗിക്ക് എന്തായിരുന്നുവെന്ന് ഇതിനോടകം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഇവിടെ ഈ രോഗിയുടെ കഴലയുടെ പ്രത്യേകത എന്തായിരുന്നു എന്ന് വെച്ചാൽ, ഇത് പരിശോധിച്ച് നോക്കിയപ്പോൾ ഒരു കഴല മാത്രമായിരുന്നില്ല. അവർ പറഞ്ഞതിൻ്റെ കൂടെ 2-3 കഴലകൾ ഒരുമിച്ച് കൂടിക്കിടക്കുന്നത് പോലെയായിരുന്നു എനിക്ക് പരിശോധിച്ചപ്പോൾ തോന്നിയത്. അത് മാത്രമല്ല, ഇടതുവശത്തെ ക്ലാവിക്കിളിന്റെ പുറത്ത് ഒരു സൂപ്രാ ക്ലാവിക്കുലർ ലിംഫ് നോഡുമുണ്ട്. സാധാരണ സൂപ്രാ ക്ലാവിക്കുലർ ലിംഫ് നോഡ് ഉള്ളപ്പോൾ നമ്മൾ ക്യാൻസറിലേക്കാണ് ശ്രദ്ധ പതിപ്പിക്കുന്നതെങ്കിലും ഈ രോഗിയിൽ ക്ഷയരോഗത്തിന്റെ സാധ്യതയാണ് എനിക്ക് തോന്നിയത്. അതുകൊണ്ട് ഇതിൽ നിന്ന് കുത്തിയെടുത്ത് പരിശോധിക്കാൻ തീരുമാനിച്ചു. സാധാരണ നമ്മളൊരു കഴല കണ്ടു കഴിഞ്ഞാൽ രക്തപരിശോധനകൾ നടത്തും. പിന്നെ ഇതിൽ നിന്ന് നീരെടുത്ത് കുത്തിയെടുക്കുന്ന ഫൈൻ നീഡിൽ ആസ്പിറേഷൻ എന്ന ടെസ്റ്റ് ചെയ്യും. അതുപോലെ തന്നെ ചില അവസരങ്ങളിൽ ഇത് മുഴുവനായിട്ട് തന്നെ എടുത്ത് പരിശോധിച്ച് ബയോപ്സിക്ക് അയക്കേണ്ടി വന്നേക്കാം. അപ്പോൾ ഈ ഫൈൻ നീഡിൽ ആസ്പിറേഷൻ ചെയ്തപ്പോൾ CB NAT എന്ന ടെസ്റ്റും കൂടി ചെയ്തിരുന്നു. ഇത് ചെയ്തപ്പോൾ ക്ഷയരോഗമാണെന്ന് സ്ഥിരീകരിക്കുകയും അതിനുള്ള ചികിത്സ വളരെ വേഗത്തിൽ തുടങ്ങാനും സാധിച്ചു. അതുകൊണ്ട് ക്യാൻസർ ആണെന്ന് ഭയന്നു വന്ന സ്ത്രീക്ക് പൂർണ്ണമായും തന്നെ മാറ്റാൻ സാധിക്കുന്ന ക്ഷയരോഗം എന്ന ഡയഗ്നോസിസിൽ എത്താൻ വേഗം സാധിക്കുകയും ചെയ്തു. കഴുത്തിലെ കഴലകൾ ശ്രദ്ധയിൽപ്പെട്ടാൽ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളാണ് നിങ്ങൾ മനസ്സിൽ വെക്കേണ്ടത്. എപ്പോഴാണ് ഡോക്ടറെ വേഗത്തിൽ കാണേണ്ടതെന്നും നിങ്ങൾക്ക് ഇതിനോടകം മനസ്സിലായി കാണും. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റുകൾ രേഖപ്പെടുത്തുകയും ചെയ്യണേ.